ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൾപ്പാർപ്പില്ലാത്ത ഒരു ചെറിയ ദ്വീപ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്ന കെ അണ്ണാമലയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് കച്ചത്തീവ് ആയുധമാക്കിയതെങ്കിൽ ഇപ്പോൾ കച്ചത്തീവ് ഉയർത്തിയിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുടെ ഇന്ത്യ സന്ദർശനം നടക്കെയാണ് കച്ചത്തീവ് ഉയർത്തിയുള്ള സ്റ്റാലിന്റെ കത്ത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്നതും കച്ചത്തീവ് തിരിച്ചുപിടിക്കുന്നതും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉന്നയിക്കണമെന്നാണ് സ്റ്റാലിന്റെ കത്തിലെ ആവശ്യം. രാമേശ്വരത്ത് നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെ 285 ഏക്കറിലാണ് കച്ചത്തീവ് ദ്വീപ്. ജനവാസമില്ലാത്ത ചെറിയ ദ്വീപ് കഴിഞ്ഞ 50 വർഷത്തിനിടെ പലപ്പോഴായി തമിഴകത്ത് ചൂടുള്ള രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. രാമനാഥപുരം രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ദ്വീപ്. 1921 ഇന്ത്യയെ പോലെ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സിലോണും അവകാശവാദം ഉന്നയിച്ചു. വിവാദവും തർക്കവും നീണ്ടുപോയി. 1974 സമുദ്രാതിർത്തി തീർപ്പാക്കാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായികയും കരാറിൽ ഒപ്പിട്ടു. അതുപ്രകാരം കച്ചത്തീവ് ലങ്കയ്ക്ക് വിട്ടു നൽകി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കച്ചത്തീവ് ചർച്ചയായത് അണ്ണാമലയ്ക്ക് ലഭിച്ച ഒരു വിവരാവകാശ മറുപടിയോടെയാണ്. കച്ചത്തീവ് വിട്ടു നൽകുന്നതിന് പ്രശ്നമില്ലെന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞുവെന്നുള്ള വിവരങ്ങളായിരുന്നു അത്. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അത് വലിയ വാർത്തയായി. മോദി അടക്കം BJP നേതാക്കൾ അത് ആയുധമാക്കിയിട്ടും തമിഴ്നാട്ടിൽ നിന്ന് ആരെയും ലോക്സഭയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്നത് നീറുന്ന പ്രശ്നം തന്നെയാണ്. 2024 മാത്രം 530 മത്സ്യത്തൊഴിലാളികളാണ് അറസ്റ്റിലായത്. 71 ഇന്ത്യൻ ബോട്ടുകളും ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു. തമിഴ്നാട്ടിലെ ആകെയുള്ള 38 ജില്ലകളിൽ 14 എണ്ണം തീരദേശ ജില്ലകളാണ്. അവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ നിർണായകം. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് സ്റ്റാലിൻ്റെ ഒരു മുഴം മുന്നേറിഞ്ഞുള്ള നീക്കം. ഹിന്ദി ഭാഷാ വിവാദവും മണ്ഡല പുനർനിർണയവും നല്ലതുപോലെ ഉപയോഗിച്ച സ്റ്റാലിൻ്റെ നീക്കം BJP തിരിച്ചറിയുന്നുണ്ട്. കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കോൺഗ്രസ് സർക്കാർ വിട്ടു നൽകുമ്പോൾ സംസ്ഥാനം ഭരിച്ചത് ആരെന്ന് ഓർമ്മയുണ്ട് എന്നാണ് BJPയുടെ ചോദ്യം. First of all, I condemn the Tamil Nadu Chief Minister for hiding the truth on handing over the Kachativu by the then Congress government, and it was endorsed by the then ruling DMK government. So it was with the consent of the DMK it was given, which was revealed in an RTA. And now they are pretending as if they don't know anything about Kachativu, and without that consent it has been given. They did not oppose the handing over of Kachativu. എന്തായാലും സ്റ്റാലിനെറിഞ്ഞ ചൂണ്ടയിൽ കേന്ദ്രം കൊത്തുമോ അതോ ശ്രീലങ്കയുമായി ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം കാണുമോ എന്നതാണ് അറിയേണ്ടത്.